കാന്തയുടെ സ്റ്റോറിയിലൂടെ നമുക്ക് കടക്കാം. ഓൺ election day, കാന്ത ആൻഡ് ഹെർ ഫ്രണ്ട് സുജാത ആർ വെയിറ്റിംഗ് ടു കേസ് ദെയർ വോട്ട്സ്. അതായത് ഒരു ഇലക്ഷൻ ടൈമിൽ കാന്തയും തൻ്റെ ഫ്രണ്ടായ സുജാതയും വെയിറ്റിംഗ് ടു കാസ്റ്റ് ദെയർ വോട്ട്സ്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, ക്യൂ ആയി നിൽക്കുകയാണ്. ഈസ് നോട്ട് ഇറ്റ് ഈസ് ഗുഡ് സുജ that we can all vote as equal citizens of our country. അപ്പോൾ നമുക്ക് ഒരുപോലെ ഇത് ഒരു ശരിയില്ല. കാരണം സുജാത എടുക്ക കാന്ത പറയുകയാണേ, വി ക്യാൻ ഓൾ വോട്ട്സ് ആസ് ഈക്വൽ, നമുക്ക് ഒരേപോലെ വോട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈവൻ ജെയിൻ സാഹേബ് ഈ സ്റ്റാൻഡിങ് ഇൻ ദ ലൈൻ വിത്ത് എസ്, ജെയിൻ സാഹേബ് നമ്മൾ ലൈനിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. യെസ്, ഓക്കെ. ഗോ ഓൺ കാന്ത, ഇറ്റ്സ് ടേൺ യു ആർ നൗ. അതായത് സുജാത പറയുകയാണ്, ഇത് നിൻ്റെ ടേൺ ആണ്, നീ വേഗം പോകുക. ഐ വിൽ വോട്ട് ഫോർ ദ കാൻഡിഡേറ്റ് ഹൂ ഹാസ് പ്രൊമിസ്ഡ് ടു ബ്രിങ് പൈപ്പ് വാട്ടർ ടു അവർ ഏരിയ. കാന്ത എന്ത് ചെയ്തു, കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അല്ലേ? എന്തിനാണ്? പൈപ്പ് നമ്മളുടെ ഏരിയയിലേക്ക് കിട്ടുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കാൻഡിഡേറ്റിൻ്റെ ആൾക്കാർ. വി വിൽ സീ യു ലേറ്റർ കാന്ത. യെസ്, നമസ്തേ സാഹബ്. സാഹബിനോട് പറയാണ് വി വിൽ ലേറ്റർ കാന്ത ഒക്കെ പറഞ്ഞിട്ട് പറയാണ്. സാഹേബ് പോയി. എന്നിട്ട് ഗോഡി ഹാസ് ബീൻ റണ്ണിങ് ഫീവർ. ഗുഡിയക്ക് വളരെയധികം ഫീവറാണുള്ളത്. ഇപ്പോൾ വേഗം എനിക്കവിടെ പോകണം, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഐ വിൽ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് അറ്റ് സാഹേബ്സ് ഹൗസ്. എനിക്ക് ആദ്യം സാഹേബിൻ്റെ വീട്ടിലെ വർക്ക് ആദ്യം ഫിനിഷ് ആക്കണം, എന്നിട്ട് കുറച്ച് അഡ്വാൻസ് വാങ്ങണം എന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അറ്റ് ഹോം ഹിയർ ഹാവ് സം ഓഫ് ദിസ് യു ഐ വിൽ ബെറ്റർ. അതായത് ഇത് കുടിക്കും, നിങ്ങൾക്ക് വളരെയധികം ബെറ്റർ ആവും എന്നാണ് പറയുന്നത് കാന്ത. ആൻഡ് വെൻ ഐ ഗെറ്റ് ബാക്ക് ഇൻ ദ ഈവനിങ് വി വിൽ ഗോ ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്ക് വൈകുന്നേരം ഞാൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് പോകാം. ഇറ്റ്സ് നോ വണ്ടർ ദ ഗുഡ് ആർ ഫോൾസ് ഇറ്റ് ഓഫ് ദ ബാസ്റ്റി നെവർ ക്ലീൻ. ഓക്കെ, ദ ബാസ്റ്റി ഈസ് നോട്ട് നെവർ ക്ലീൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. മേക്ക് ഷുവർ ടു ഡു കോർണേഴ്സ് പ്രോപ്പർലി. സാഹേബിൻ്റെ വീട്ടിൽ പോയിട്ട് പറയണേ. അപ്പം സാഹേബിയുടെ വൈഫ് പറയണേ, നല്ല കോർണേഴ്സൊക്കെ നല്ല വൃത്തിയാക്കുക, പ്രോപ്പർലി ആയിട്ട് വൃത്തിയാക്കുക എന്നാണ് പറയുന്നത്. ഹിയേഴ്സ് യു അഡ്വാൻസ് കാന്ത, ബട്ട് ഡു നോട്ട് മേക്ക് എ ഹാബിറ്റ് ഓഫ് യു ഇറ്റ്. അതായത് ഇതാ നിൻ്റെ അഡ്വാൻസ്, ഇതാ പിടി, നമുക്ക് ഇതാ നിൻ്റെ അഡ്വാൻസ് ആണ്, ഇതാ നീ എടുത്തോളൂ നിൻ്റെ അഡ്വാൻസ്. നോ മാഡം. എന്നിട്ട് പറയാണ് ഇത് ഒരു ഹാബിറ്റ് ആക്കരുത്. കാന്ത പറയുന്നു നോ മാഡം, അങ്ങനെ പറഞ്ഞു. ദാറ്റ് ഈവനിങ് ടൈമിൽ കാന്ത എന്ത് ചെയ്ത് ബേട്ടിക്ക് വേണ്ടി ഇതാക്കുകയാണ്, ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് ജെയിൻ മേഡം ആൻഡ് ജെയിൻ സാഹേബ് മേ സ്റ്റാൻഡ് ഇൻ ദ ലൈൻ. ജെയിൻ മേഡമും ജെയിൻ സാഹേബ് ലൈനിൽ നിൽക്കുന്ന കണ്ടു. ലൈൻ ടു വോട്ട് ചെയ്യാനാണ് നിൽക്കുന്നത്. ബട്ട് ദേ നെവർ ഹാവ് ടു ഡു ദെയർ ചിൽഡ്രൻ ആർ സിക്കാണ്, വളരെയധികം സിക്കായിട്ടാണ് അവരുടെ ചിൽഡ്രൻസ് ഉള്ളത്. Do you think Kanda has enough reason to doubt whether she really is equal? List 3 reasons from the story about the might make her feel like this. Okay, അപ്പം ഈക്വൽ ആയിട്ടല്ല നമ്മൾ ജാതി വ്യവസ്ഥ ഡെമോക്രസിയിൽ ഇന്ത്യ ഒരു വളരെയധികം ഡെമോക്രസി ഉള്ള ഒരു രാജ്യമാണ് അല്ലേ? ഈക്വൽ റൈറ്റ് വോട്ട്. The story above begins with Kanda standing in the line against her vote. Look again the various people who are standing the line with her. Kanda recognizes her employer Ashok Jain and Chota Lal, her neighbor. In a democratic country like India, Ali adults, irrespective of what religion they belong to,
how much education they have had, what caste they are, or whether they are rich or poor are allowed to vote. This is you have already read in class 6 book is called യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് എന്ത് പറയുക, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ആൻഡ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്റ്റ് ഫോർ ഓൾ ഡെമോക്രസീസ്. ഇതെല്ലാം ഒരു എസ്പെഷ്യലായിട്ടുള്ള ഡെമോക്രസിയിലും ഇത് എസെൻഷ്യൽ ആണ്. ദ ഐഡിയ ഓർ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ഈക്വാലിറ്റി. ഇതൊരു ഈക്വാലിറ്റിയുള്ള ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസിലെ ബേസാണ് അല്ലേ, ബേസ് ചെയ്തിട്ടുള്ളതാണ്. Because it states that every adult in a country, irrespective of their wealth and the communities he belongs to, has one vote. Kanda is excited to vote and happy that she is equal to all others because he is of one vote. അപ്പോൾ ഒരു 1 വോട്ടിനാണ് കാന്ത ഈക്വൽ ആയതല്ലേ. ബട്ട് ആസ് her day goes on, Kanda becomes less certain about what this equality real means. എന്താണ് ഈക്വാലിറ്റിക്ക് റിയലി മീനിങ്സ്, അതായത് ഒരുപോലെ അല്ലേ, ഒരുപോലെ കണക്കാക്കുന്നത്, ഓൺ ഇക്വാലിറ്റി. വാട്ട് ഈസ് ഇറ്റ് that makes Kanda unsure? Let's take a look at a day in her life. She lives a slum and has a drain behind the house. Her daughter is sick, but she cannot take the day off from work because she needs to borrow money from her employers to take her child to the doctor. ഒരു എംപ്ലോയ് മണി ആവശ്യമുണ്ട് അല്ലെ കാന്തയ്ക്ക് തൻ്റെ കുട്ടിയെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കാണിക്കാൻ വേണ്ടി പോകണമെങ്കിൽ. Her job as domestic helper tires her out, and finally she ends her day again standing in a long line. This line is front of the government hospital. Is unlike the one in the morning because most of the people standing it are poor. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം വിഷമകരമായ ഒരു സംഭവമാണ് അല്ലേ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്ര വലിയ ലൈനാണ്, എത്ര ചികിത്സിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം അതാണ് ഇവിടെ കാന്ത മെയിൻ പറയുന്നത്. ഈക്വാലിറ്റീനെ പറ്റിയിട്ടാണ് ഈ ഒരു ഇതിൽ നിന്ന് പഠിക്കുന്നത്. അതർ കൈൻഡ്സ് ഓഫ് ഈക്വാലിറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.